ഈ മൊഡ്യൂൾ അവസാനിക്കുമ്പോഴേക്കും ഒരു മെസ്സി കോംപ്ലക്സ് പ്രോബ്ലത്തിനെ എടുത്തിട്ട് ഒരു ക്ലിയർ സ്ട്രക്ചേർഡ് ഹ്യൂമൻ സെൻറ്റേർഡ് സൊല്യൂഷനാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ഒരു സീംലെസ് യൂസർ ജേർണി പോലെയോ അല്ലെങ്കിൽ ഒരു വാലിഡേറ്റഡ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് പോലെയോ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒന്ന്. ഇത് UX ഫൗണ്ടേഷൻ സീരീസിലെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബിൽഡ് ഓൺ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇന്നാണ് ഇതെല്ലാം കൂടി ഫൈനലി ക്ലിപ്പ് ടുഗദർ ആകുന്ന ആ മൊമെൻറ്റ്. സോ നിങ്ങൾ പാർട്ട് 1 and 2 കണ്ടിട്ടില്ലെങ്കിൽ പോസ്റ്റ് ദ വീഡിയോ റൈറ്റ് നൗ, ഗോ വാച്ച് ദോസ് ഫസ്റ്റ് ആൻഡ് കം ബാക്ക്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടില്ല. ഇനി നിങ്ങളിവിടെ ന്യൂ ആണെങ്കിൽ ഹായ്, ഐ എം സ്റ്റോളൻ. ഐ എം എൻ ആർക്കിടെക്ട് ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈനർ, UX സ്ട്രാറ്റജിസ്റ്റ്, എക്സ്പീരിയൻസ് ഡിസൈനർ. ഓണസ്റ്റ്ലി കോൾ മീ എനിത്തിങ് യു ലൈക്ക്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഡിസൈൻ ബെറ്റർ. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ക്വിക്ക് ഹെഡ്സപ്പ് ഞാൻ തരാം. നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് ഡീപ്പ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് ഇൻറ്റിമിഡേറ്റ് ആവരുത്. ആ ഫ്ലോ നിങ്ങൾ ഇൻറ്റൻഷനോടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് സർപ്രൈസിംഗ്ലി സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി എന്തെങ്കിലും കൺഫ്യൂഷനായിട്ട് തോന്നുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യുക, റീവിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻസിൽ ചോദിക്കുക. നിങ്ങൾ ഈ കോഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ ഡീപ്പായിട്ട് കുറച്ചുകൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോലത്തെ ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹൈ വാല്യൂ സ്മോൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ക്രൗഡായിരിക്കില്ല. UXൽ ജെനുവൻലി ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈറ്റ് സർക്കിളായിരിക്കും. ആൻഡ് കുറച്ച് മെമ്പേഴ്സ് മാത്രമേ നമ്മൾ അലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്ഡേറ്റ്സിനും ഏർലി ആക്സസിനും വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാ കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അവിടെ DM ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഒരു ഗ്രേറ്റ് ഡിസൈനർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാം ഗ്രാബ് ചെയ്യുന്ന ആളാവണം എന്നില്ല. 1, 2, 3 തവണ പഠിക്കാനും അൺലേൺ ചെയ്യാനും കഴിവുള്ള ആൾക്കാരായിരിക്കും എന്നും ഗ്രേറ്റ് ഡിസൈനേഴ്സ്. സോ ലെറ്റ്സ് ഗെറ്റിംഗ് ടു ഇറ്റ്. അപ്പോൾ ഡിസൈൻ തിങ്കിങ് ഫ്രെയിംവർക്ക്, ഡെഫിനിഷൻ ആൻഡ് കോർ ഫിലോസഫി. ഇതിലെ കോർ എന്ന് പറയുന്നത് ഒരു യൂസർ സെൻറ്റേർഡ് ഐഡിയോളജിയാണ്. അതായത് കോംപ്ലക്സ് പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മൈൻഡ് സെറ്റും അതോടൊപ്പം തന്നെ അതൊരു പ്രോസസ്സുമാണ്. ഇതൊരു നീറ്റ് 6 സ്റ്റെപ്പ് ലീനിയർ ചെക്ക് ലിസ്റ്റ് പോലെ പഠിപ്പിക്കാനുള്ളതെങ്കിലും റിയാലിറ്റിയിൽ ഇതൊരു മെസ്സി, ഐട്രേറ്റീവ്, കൂടാതെ വണ്ടർഫുള്ളി ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഡിസൈനേഴ്സ് പലപ്പോഴും ഈ ഫേസസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇത് ലീനിയർ ആണെങ്കിലും ഇത് ലീനിയർ ആയിട്ടല്ല, മുന്നോട്ടും പിന്നോട്ടും ഒക്കെ മാറി മാറി പല ഫേസസും മാറ്റി മാറ്റിയും ചെയ്യാറുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ന്യൂ ഇൻസൈറ്റ് കവർ ചെയ്യാനും ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് സൊല്യൂഷൻസ് റിഫൈൻ ചെയ്യാനും ഡിസൈനേഴ്സ് ശ്രമിക്കാറുണ്ട്. ഡിസൈൻ തിങ്കിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ അതിൻ്റെ പ്രീകേഴ്സറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബിസിനസ് റിക്വയർമെൻറ്റ്. ഇവിടെയാണ് പ്രൊജക്റ്റ് ഫ്രെയിം ചെയ്യപ്പെടുന്നത്. വൈ ദിസ് കം ബിഫോർ. ഡിസൈൻ തിങ്കിങ് ഒരു യൂസർ സെൻറ്റേർഡ് പ്രോസസ്സ് ആണെങ്കിലും അതൊരു വെറും ഒരു വാക്യൂമിൽ നിൽക്കുന്ന ഒന്നല്ല. ഇത് സാധാരണയായിട്ട് ഒരു ബിസിനസ്സിനോ നോൺ പ്രോഫിറ്റിനോ ഗവൺമെൻറ് എൻറ്റിറ്റിക്കോ നിന്നുള്ള അസൈൻമെൻറ്റിലൂടെയാണ് തുടങ്ങുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഗുഡ് UX ഡിസൈനേഴ്സ് ഈ റിക്വയർമെൻറ്റ് മൊത്തം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. കാരണം ഇവയിലാണ് മുഴുവൻ പ്രൊജക്റ്റിൻ്റെയും സ്കോപ്പ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ദ ഗോൾ, വാട്ട് നീഡ് ടു ബി അച്ചീവ്ഡ്. ഗോൾസ് ആ ഡിസൈൻ്റെ ഡിസൈർഡ് ഔട്ട്കം ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോഴ്സ് പ്രകാരം ബിസിനസ് ഗോൾസ് സാധാരണമായിട്ട് 3 കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. 1, ടാർഗറ്റ് യൂസർ, ആർക്ക് വേണ്ടിയാണ് ഈ ഡിസൈൻ എന്ന് ബിസിനസ് കരുതുന്നത്. 2, ഔട്ട്കംസ്, ആ ഡിസൈൻ എന്ത് അച്ചീവ് ചെയ്യാനാണ്. ഉദാഹരണത്തിന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനോ വേണ്ടത്, അല്ലെങ്കിൽ മാനുവൽ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനോ വേണ്ടത്, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസൈറ്റ്സോ KPIസോ പറഞ്ഞു തരികയാണോ വേണ്ടത്, ഇതല്ല. ഇനി വിഷൻ, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഡിസൈർഡ് ലുക്കും ഫീലും കൂടാതെ ഫങ്ഷനാലിറ്റിയും ഇവിടെയാണ് വരുന്നത്. നല്ല ബോറടിയാണല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. വെറും ഒരു തിയറി പറഞ്ഞു പോവാതെ ഇതൊരു കഥ പോലെ കാണാം. ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കട. നമുക്കതിനെ സോമൻ്റെ ചായക്കട എന്ന് വിളിക്കാം. സോമൻ ചേട്ടൻ്റെ ചായക്കടയിൽ എപ്പോഴും തിരക്കാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവാറില്ല. പക്ഷേ സോമൻ ചേട്ടന് ഒരു വലിയ പ്രശ്നമുണ്ട്. കടയിലെ തിരക്കിനിടയിൽ ഫോൺ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് പാഴ്സൽ ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ്. പക്ഷേ തിരക്ക് കൊണ്ട് സോമൻ ചേട്ടന് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. റിസൾട്ട് എന്താ? കസ്റ്റമേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, ഓർഡേഴ്സ് നഷ്ടപ്പെടുന്നു, ബിസിനസ് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു ഗോൾ വേണ്ടേ?
ഇതിനൊരു ഓൺലൈൻ ഓർഡറിങ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാണ് ഗോളായി കണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ കരുതും ഇങ്ങനെയൊക്കെ സ്വിഗ്ഗിയോ സൊമാറ്റോയോ യൂസ് ചെയ്താൽ പോരെ. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. നമുക്ക് ആദ്യം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി, 2 ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് പാരാമീറ്റേഴ്സ് ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഫ്രെയിം. ഇവിടെ പാരാമീറ്റേഴ്സ് പലപ്പോഴും കൺസ്ട്രെയിൻറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അതാണ് ആ പ്രോജക്റ്റിനെ ഫ്രെയിം ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഇവ ഗാർഡ് റെയിൽ പോലെ പ്രവർത്തിക്കും. ലൈഫിലാണെങ്കിലും നമുക്ക് കൺസ്ട്രെയിൻസ് ഇഷ്ടമല്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ക്രിയേറ്റിവിറ്റിയെ കില്ല് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വലി ഇത് ക്രിയേറ്റിവിറ്റിയെ കില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ആ സൊല്യൂഷൻ ഫീസിബിൾ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ളതാണ്. സാധാരണ ഈ പാരാമീറ്റേഴ്സും കൺസ്ട്രെയിൻസും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. 1, ബജറ്റ്. റിസർച്ച്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ് എന്നിവയ്ക്ക് എത്ര പണം അവൈലബിൾ ആണ്, ആവശ്യമുണ്ട് എന്ന് ഇത് പറഞ്ഞു തരും. എന്നാലോചിച്ച് നോക്കുക, നമുക്ക് അത് വേണം ഇത് വേണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുള്ള ബജറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് ബജറ്റ് മനസ്സിൽ കൊണ്ട് വേണ്ട നമ്മളത് ഡിസൈൻ ചെയ്യാൻ. അതിന് ഈ കൺസ്ട്രെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതാണ് ടൈം ലൈൻ. ആ പ്രോഡക്റ്റ് എപ്പോൾ ലോഞ്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡെഡ് ലൈൻ ഈ ടൈം ലൈൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. പിന്നൊന്നാണ് സ്കോപ്പ്. ആ പ്രോജക്റ്റിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, എന്ത് പ്രധാനമാണ്, ഇതെല്ലാം സ്കോപ്പിലാണ് പറയുന്നത്. പിന്നെ വേണ്ടത് ടെക്നിക്കൽ സിസ്റ്റമാണ്. ഡിസൈനേഴ്സ് വളരെ വളരെ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സ്പെസിഫിക് ടൂൾസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ്, ഡെവലപ്പേഴ്സുമായിട്ട് എങ്ങനെയാണ് അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഈ ടെക്നിക്കൽ സിസ്റ്റത്തിലാണ് വരുന്നത്. നമുക്ക് സോമൻ ചേട്ടൻ്റെ ചായക്കടയിലെ എക്സാമ്പിളിലേക്ക് വീണ്ടും പോവാം. നേരത്തെ നമ്മൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് സ്വിഗ്ഗിയോ സൊമാറ്റോ ഉപയോഗിക്കാതിരുന്നതെന്ന്. അവിടെ സോമൻ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പ്രൊജക്റ്റിന് മോഡസ്റ്റ് ബജറ്റും അതുപോലെ ഷോർട്ട് ടൈം ഫ്രെയിമും മാത്രമേ ഉണ്ടാവൂന്ന്. അതുമാത്രമല്ലാത്തൊരു സ്പെസിഫിക് ടെക്നിക്കൽ കൺസ്ട്രെയിൻ എന്തെന്നാൽ ആ സൈറ്റ് വഴി യൂസേഴ്സിന് മറ്റ് തേർഡ് പാർട്ടി ഡെലിവറി ആപ്സിലേക്ക് റൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് സോമൻ ചേട്ടന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ലിസ്റ്റ് ചെയ്താൽ പോവും. കാരണം അവിടെ ഞാൻ മറ്റ് റെസ്റ്റോറൻറ്റ് പോലെ വെറും ഒരു റെസ്റ്റോറൻറ്റ് മാത്രമായിരിക്കും. എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയും പേഴ്സണൽ കണക്ഷനും കൊടുക്കാൻ പറ്റില്ല. മികച്ച UX ഡിസൈനർ എപ്പോഴും ഡീപ്പ് യൂസർ എംപതിയും പ്രാക്ടിക്കൽ ബിസിനസ് റിയാലിറ്റിയും തമ്മിൽ ഒപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ദ 5 ഫേസസ് ഓഫ് ഡിസൈൻ തിങ്കിങ്. ഇനി നമുക്ക് ആ ഐക്കോണിക് 5 ഫേസസ് ബ്രേക്ക് ഡൗൺ ചെയ്യാം. കൊളാബറേഷൻ, ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഫ്രെയിം വർക്കാണിത്. ഫസ്റ്റ് ഫേസാണ് എംപതൈസ്. ഇവിടെ നമ്മൾ ഹോൾ പോയിൻ്റ് എന്ന് പറയുന്നത് യൂസേഴ്സിനെ ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, പിന്നെ ലൈവ് എക്സ്പീരിയൻസസ്, അസംഷൻ ഒന്നും കൂടാതെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഡിസൈനേഴ്സ് നേരിട്ട് യൂസേഴ്സുമായിട്ട് സംസാരിച്ചതുകൊണ്ട് ബിസിനസ് റിക്വയർമെൻറ്റ് വാലിഡേറ്റ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് എംപതൈസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിന് നമ്മൾ റിസർച്ച് ചെയ്യണം. റിസർച്ചിന് പല മെത്തഡോളജീസ് ഉണ്ട്. ഇൻ്റർവ്യൂസ് ഉണ്ട്, ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇൻ്റർവ്യൂ. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂള്. നമ്മൾ യൂസേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺവെർസേഷൻ നടക്കും. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനും അല്ല, മറിച്ച് വൈ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിതിവിടെ ചായക്കടയിലേക്ക് നോക്കാം. നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് വന്ന് ചായ കുടിക്കുന്ന കോയാക്കോട് നമ്മൾ ചോദിക്കുന്നു, കോയക്ക എന്തുകൊണ്ടാണ് സ്വിഗ്ഗിയോ സൊമാറ്റോയിലോ ഒന്നും ഓർഡർ ചെയ്യാത്തത് ഫുഡ്? കോയക്ക പറയും, അതൊക്കെ പിള്ളേർക്കുള്ളതല്ലേ, കുറേ ഓപ്ഷൻസ്, അതിൽ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്, അതിൽ പേയ്മെൻറ്റും ചെയ്യണം ഓൺലൈനായിട്ട്, എനിക്കതെല്ലാം പേടിയാണ്, ഫോൺ വിളിക്കുമ്പോൾ സോമൻ്റെ ശബ്ദം കേൾക്കാമല്ലോ, അതൊരു സമാധാനമാണെന്ന്. ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. നോക്കൂ, ഇവിടുത്തെ ഇൻസൈറ്റ് എന്താണ്? സോമൻ ചേട്ടൻ വിചാരിച്ചിരുന്നത് കോയാക്കാക്കി ടെക്നോളജി അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഫോൺ വിളിക്കുന്നതെന്നാണ്. പക്ഷേ ഇൻ്റർവ്യൂ വഴി നമുക്ക് മനസ്സിലായി ടെക്നോളജി അറിയാത്തത് കൊണ്ടല്ല, ട്രസ്റ്റും പേഴ്സണൽ കണക്ഷനുമാണ് അദ്ദേഹത്തിന് പ്രധാനമെന്ന്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഈ പേഴ്സണൽ കണക്ഷനും പേഴ്സണൽ ടച്ചും നിർബന്ധമായിട്ടും വേണം. അതായത് വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ
സോമൻ ചേട്ടനെ വിളിക്കുമ്പോൾ കിട്ടുന്ന ആ സമാധാനം യൂസറിന് കിട്ടണം. ഈ ഇൻ്റർവ്യൂസിൻ്റെ സമയത്ത് യൂസേഴ്സിനെ വെറും ഒരു കസ്റ്റമറായി കാണാതെ യുണീക്ക് ഹിസ്റ്ററിയുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഗ്യാദർ ചെയ്യാനുമുള്ള ഒരു കോർ മെത്തേഡായിട്ടാണ് ഇൻ്റർവ്യൂസിനെ കാണേണ്ടത്. ഒരുപാട് ടൈപ്സ് ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിലും സാധാരണയായിട്ട് ഡിസൈനേഴ്സ് 4 ടൈപ്പ് ഇൻ്റർവ്യൂസാണ് ചെയ്യാറ്. ഒന്ന്, ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ, നമ്മൾ നേരിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നത്. 2, ഫോൺ ഇൻ്റർവ്യൂ. പിന്നെ വീഡിയോ ഇൻ്റർവ്യൂ, അതായത് വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ. നേരത്തെ പറഞ്ഞ ബജറ്റിനെ കൺസ്ട്രെയിൻസിനെയും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഏത് ടൈപ്പ് ഇൻ്റർവ്യൂ വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ഒരു റിസർച്ചാണ് ക്വസ്റ്റ്യനെയർ. യൂസർ റിസർച്ചിൻ്റെ ഒരു റോബസ്റ്റ് ബോഡി ബിൽഡ് ചെയ്യാൻ ഇൻ്റർവ്യൂസിനും ഒബ്സർവേഷനും ഒപ്പം ക്വസ്റ്റ്യനെയർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഡിസൈനേഴ്സിനെ അവരുടെ സ്വന്തം ഗസ്സിൽ നിന്നും മാറ്റി നിർത്താനും ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ട് ഡിസിഷൻ മേക്കിംഗ് നടത്താനും സഹായിക്കുന്നു. ഇൻ്റർവ്യൂ പോലെ തന്നെ യൂസേഴ്സിൻ്റെ റിയൽ യൂസർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഫുൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന രീതിയിലാണ് സർവേസ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂസ് നല്ലതാണ്, പക്ഷേ എല്ലാവരോടും പോയി നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ക്വസ്റ്റ്യനേഴ്സും അല്ലെങ്കിൽ സർവേസ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് ടു ചായക്കട. നമ്മൾ മേശപ്പുറത്ത് ചെറിയൊരു പേപ്പർ സ്ലിപ്പ് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് കൊടുക്കുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇതിൽ 2 ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ ഞാൻ തരാം. നിങ്ങൾ പേയ്മെൻറ്റ് ക്യാഷ് ആണോ UPI ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ ഫോട്ടോസ് കാണുന്നതാണോ അതോ ലിസ്റ്റ് മാത്രം കാണുന്നതാണോ നിങ്ങൾക്ക് സൗകര്യം? ഇതിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് കാണാം, സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 70% ആൾക്കാർ UPI ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന്. സോ നമ്മുടെ വെബ്സൈറ്റിൽ നെറ്റ് ബാങ്കിങ്ങിനേക്കാൾ ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഫീച്ചറാണ് UPI അല്ലെങ്കിൽ QR കോഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്. അടുത്തൊരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഒബ്സർവേഷൻ. റിയൽ വേൾഡ് സിനാരിയോസിൽ യൂസേഴ്സ് എങ്ങനെയാണ് പ്രൊഡക്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരുടെ എൻവയോൺമെൻറ്റ്സ് നാവിഗേറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ ഒബ്സർവേഷൻ ഡിസൈനേഴ്സിനെ സഹായിക്കുന്നു. ഇവിടെ 2 ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്: കോണ്ടെക്സ്റ്റൽ ഇൻക്വയറി, അതുപോലെ കോമ്പിറ്റേറ്റീവ് ഒബ്സർവേഷൻ. ആദ്യം നമുക്ക് കോണ്ടെക്സ്റ്റൽ ഇൻക്വയറി എന്താണെന്ന് നോക്കാം. യൂസേഴ്സ് ഒരു പ്രൊഡക്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സ്പെസിഫിക് സിറ്റുവേഷൻസും എൻവയോൺമെൻറ്റ്സും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഡിസൈനേഴ്സ് ശ്രമിക്കുന്നു. യൂസേഴ്സിൻ്റെ നീഡ് ഫസ്റ്റ് ഹാൻഡായിട്ട് അറിയാൻ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു. കോമ്പറ്റീറ്റീവ് ഒബ്സർവേഷൻ എന്നാൽ എംപതൈസ് ഫേസിൽ കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്റ്റിലേക്ക് ഒബ്സർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. റൈവൽ പ്രൊഡക്റ്റുമായിട്ട് യൂസേഴ്സ് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നുവെന്ന് ഡിസൈനേഴ്സ് റിസർച്ച് ചെയ്യുന്നു. ആ സൊല്യൂഷൻസ് യൂസേഴ്സിൻ്റെ ഡെയിലി ലൈഫിലും പ്രോബ്ലം സോൾവിങ് റുട്ടീനിലും എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓൾറൈറ്റ് ഫാം, ഈ വീഡിയോ ഓൾറെഡി ലോങ് ആവുന്നത് ഞാൻ കാണുന്നുണ്ട്. സോ നമുക്കിവിടെ പോസ് ചെയ്യാം. നമ്മൾ എംപതൈസ് ഫേസിലെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇത് കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ഒത്തിരി റിയലി ഇമ്പോർട്ടൻറ്റ് പീസസ് ബാക്കിയുണ്ട്. ഈ റിസർച്ചിൽ നിന്ന് കിട്ടിയ ഡേറ്റ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എംപതി മാപ്പിംഗ് എങ്ങനെ ചെയ്യാം, കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എങ്ങനെ ചെയ്യാം, ഏർലി യൂസർ പെർസോണ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം, ആസിസ് യൂസർ ജേർണി എങ്ങനെ മാപ്പ് ചെയ്യാം, അഫിനിറ്റി മാപ്പിംഗ് എങ്ങനെ ചെയ്യാം, ഇതൊക്കെ റാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ് എന്നീ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലേക്ക് പോകാൻ. അപ്പം നെക്സ്റ്റ് വീഡിയോസിലും നെക്സ്റ്റ് എപ്പിസോഡ്സിലും നമുക്ക് അത് കവർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.